ഹലോ ഗേയ്സ്, നമ്മളിവിടെ ചക്കപ്പാട്ടോ ഉണ്ടാക്കുന്നത്. ചക്കപ്പത്തിന് നല്ല പഴുത്ത ചക്ക കിട്ടിയപ്പോൾ നമുക്ക് ചക്കപ്പം ഉണ്ടാക്കാമെന്നുള്ളതിൽ നമ്മൾ നന്നായിട്ട് ചക്ക ഉടച്ച് അതിനകത്തേക്ക് ശർക്കരയും തേങ്ങയും ഏലക്കയും ജീരകവും ഇട്ട് ഒരു നുള്ളു ഉപ്പ് ഇടണേ. അതിനകത്ത് അരിപ്പൊടി നമ്മൾ യൂസ് ചെയ്ത്, ഇതിനകത്ത് അരിപ്പൊടിയാണ് ഇട്ടത്. ഗോതമ്പ് പൊടി ഉപയോഗിക്കാം, പക്ഷേ ഞാനിട്ട് അരിപ്പൊടിയാണ്. എൻ്റെ അടുത്ത് അരിപ്പൊടി ഉള്ളായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ അരിപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇതാ ഈ കുരുവിൽ കാണുന്ന ചക്ക മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. ആ കുരു ഞാനവിടെ മാറ്റി വെച്ചേക്കുകയാണ്. നന്നായിട്ട് മിക്സ് ആക്കണം. ഈ ചക്കയുടെ ഈ കുരു നമുക്ക് ഇതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാം, കറിയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ഇടുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതാ നമ്മൾ മാറ്റി വെച്ച് ഈ കുമ്പള കുത്തുന്നുണ്ട് കേട്ടോ. ഞാൻ കുറേ പരിശ്രമിച്ചു, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ഇടയിൽ ഇക്കാൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഇക്ക അതാക്കണ് കുമ്പള കുത്തിയിട്ട് അതിനകത്തേക്ക് നിറക്കുന്നത്. പൊടി നമ്മൾ അതിനകത്തേക്ക് ഇടാം, പക്ഷേ മാവൊക്കെ അതിനകത്തേക്ക് നിറക്കാം. പക്ഷേ കുമ്പള കുത്താൻ ഭയങ്കര പണിയാണ്. പരിശ്രമിച്ച് 2-3 പ്രാവശ്യം പരിശ്രമിച്ച് നടന്നില്ല. അപ്പോൾ ഇക്കാനെ അറിഞ്ഞ് ഞാൻ കുത്തിത്തരാമെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ എന്നെ അതാക്കുന്നത് അതിനകത്തേക്ക് നിറക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് നോക്കി നിന്ന് കുറേയൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ പിന്നെ ശരിയാവാത്തത് കൊണ്ട് നമ്മളത് വിട്ട്. അപ്പോൾ മോള് പറഞ്ഞ് മോക്കും ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ മോക്കും കഥാക്കിന് കുമ്പള കുത്തി കൊടുക്കുന്നുണ്ട്. അവൾക്ക് അതിനകത്തേക്ക് നിറക്കണം എന്നൊക്കെ പറഞ്ഞു. അവൾ പകുതി നിറച്ച് വെച്ച് ഇക്കാൻ്റെ അടുത്ത് കൊടുക്കുന്നത്, ബാക്കി ഇക്ക തന്നെ ചെയ്യട്ടെ എന്നുള്ളതിലായിരുന്നു. അപ്പോൾ അവൾക്കും തന്നെ ഇഷ്ടമായി, അത് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റായി. അപ്പോൾ അവളും അതാക്കണം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇക്ക കൊടുക്കാത്തതിന് ഭയങ്കര വാശി പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇക്ക പിന്നെ കൊടുത്ത് ഇക്കാനൊക്കെ വാങ്ങി അവൾ കൊടുത്തൊന്നല്ല. പിന്നെ ഇക്ക അവിടെ അവൾ നിറക്കട്ടെ എന്നുള്ളതിൽ അവൾ അങ്ങ് നിറക്കുന്നുണ്ട്, പകുതിയാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പിന്നെ ഇല നന്നായിട്ട് കഴുകണം കേട്ടോ ഗേസ്. അത് ഞാൻ പറയാൻ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇല നന്നായിട്ട് കഴുകണം. ഇലയിൽ വല്ല പുഴുക്കളോ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കഴുകണം, അല്ലെങ്കിൽ വയറുവേദന വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചക്ക തിന്നിട്ട് വയറുവേദന ആയി എന്ന് പറയണ്ട. ഇല നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇലമംഗലത്തിൻ്റെ ഇലയല്ലേ, അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതിനകത്ത് പുഴുവൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ 1-2 ഇല പുഴു കടിച്ച ഇല നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകുക. പിന്നെ ഇതിനകത്തേക്ക് നന്നായിട്ട് ഫുള്ളായിട്ട് നിറക്കാണ്ടിരിക്കും. ഇത് നമ്മൾ ഫുള്ളായിട്ട് നിറച്ച് വെന്ത് പോയപ്പോൾ പുറത്തേക്ക് വന്നു പോയി. ആവിയിൽ കിടന്ന് വേകുമ്പോൾ അത് പുറത്തേക്ക് തള്ളി വരും. അതുകൊണ്ട് നമ്മൾ പകുതി നിറക്കുക, നന്നായിട്ട് ഫുള്ളാക്കാണ്ട് പകുതി നിറച്ച് വെക്കുക. അങ്ങനെ പിന്നെയും മോളും അതാ നിറക്കുന്നുണ്ട്. അങ്ങനെ പപ്പയും മോളും കൂടെ അതാ നിറച്ചുകൊണ്ട് വെക്കുന്നുണ്ട്. നമ്മളിത് വേവിക്കുമ്പോൾ തന്നെ ഒരു 10-20 മിനിറ്റ് നന്നായിട്ട് വേവിക്കുക കേട്ടോ ഗേസ്. 10-20 മിനിറ്റ് വേവിക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. ഞാൻ വേവിക്കുന്ന വീഡിയോ എടുത്തില്ല, അതാണ് ഗേസ്. നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ കാരണം കട്ടൻ ചായയും കൂടെ വാങ്ങിച്ചിട്ട്, അപ്പോൾ അങ്ങനെ നമ്മൾ എന്താട്ടി ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു കട്ടൻ ചായയും കൂടെ ഇട്ട് അങ്ങനെ എന്താ നന്നായിട്ട് വെന്ത് കണ്ട നല്ല വെന്തതാണ് ഉണ്ടോ. നല്ല ആവിയൊക്കെ കയറി നന്നായിട്ടുണ്ട്. നല്ല മധുരവും ഉണ്ട് കേട്ടോ ഗേസ്. നല്ല മധുരം ഉണ്ടായിരുന്നു ഇതിനകത്ത്. അപ്പോൾ മധുരം വേണ്ടവർ അതിനനുസരിച്ച് ഇടുക. മോള് പറയുന്നത് ടേസ്റ്റ് ഉണ്ടെന്നാണ് അവൾ പറയുന്നത്. അവൾ കഴിക്കുന്നത്, ഇക്കയും കഴിക്കുന്നത്. അപ്പോൾ മോനൊരു കഷ്ണം കൊടുക്കാൻ പറഞ്ഞ് അവനും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ കട്ടൻ ചായയും ചക്കയും കൂടെ കഴിച്ച് ഗേസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗേസ്.